വണ്ടിയിൽ മൂത്രം ഒഴിക്കണേ പെട്രോൾ അല്ലേ? അതല്ല, ഞങ്ങള് രാവിലെ ഇറങ്ങിയതുകൊണ്ട് മൂത്രം ഒഴിക്കാൻ മൂത്രം മുടിച്ച് നടക്കണം. മൂത്രം മണ്ടേ കയറും. തല ഹെൽമെറ്റ് കൊടുങ്ങാട് നോക്കണേ, വലിപ്പുള്ളതുകൊണ്ടാ. നിർത്താൻ പോവാ. അല്ല, ഇതാര് പഞ്ചായത്ത് പ്രസിഡന്റ് ഫാൻസി ഡ്രസ് ഉണ്ടായിരുന്നു? അയ്യോ, പഞ്ചായത്ത് പ്രസിഡന്റ് പുതിയ ഒട്ടത്ത് കൊണ്ടുപോലെ ഓടി വന്നേ. അയ്യോ അയ്യോ, രക്ഷിക്കേ. അയ്യോ, ഓടി വരണേ. അമ്മയും ബാങ്കും ഒക്കെ കൈവിട്ട സ്ഥിതിക്ക് ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗ്ഗം കാണുന്നുള്ളൂ. ആരെ ആശ്രയിക്കാത്ത പണം ഉണ്ടാക്കാൻ പറ്റിയ ഒരു എളുപ്പ വിദ്യ. ഇവിടെ ഒന്ന് മനസ്സ് വെച്ചാ അത് പെട്ടെന്ന് നടക്കും. എന്താ മോഷണം. അത് തന്നെ ചെയ്യേണ്ടി വരും. എന്താ സംശയം ഉണ്ടോ നിനക്ക്? മോഷണക്കലയിൽ ജാലവിദ്യക്കാരനാണെന്നറിയാം. കോഴിയെ മോഷ്ടിക്കുന്ന ലാഘവത്തോടല്ലേ ഈ കള്ള എന്റെ മനസ്സ് മോഷ്ടിച്ചത്. അയ്യോ, എന്താ താൻ ഈ കണ്ണുകൊണ്ട് കണ്ടോ? ഈ കണ്ണുകൊണ്ടല്ലാതെ പിന്നെ ആ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുമോ? അയ്യേ, ഒത്തിച്ചിണക്കി നടക്കുന്ന രണ്ട് ഇണക്കോഴികളെ പോലെ അവർ മുട്ടിയൊരുമി ഇരിക്കും. തലയിൽ പൂവില്ലാത്ത മുരളി എന്ന അങ്കവാൽ, വംശം നാടൻ, ഗിരിരാജ ഇനത്തിൽപ്പെട്ട പിട. നിർത്തോ, കൊല്ലും ഞാൻ. പൂവനിയോ പടയോ രണ്ടിനെ. ഒന്നവിടെ നിൽക്കണോ? എന്ത് വെട്ടിത്താടോ താൻ കാണിക്കാൻ പോണേ? ഭ്രാന്ത് പിടിച്ചോ തനിക്ക്? ഒന്നേ ഉള്ളടോ, ഒക്കെ സമ്പാദിച്ച അവക്ക് വേണ്ടിയാ. എന്നിട്ടിപ്പോ ഇങ്ങനെ അഴിഞ്ഞാടുകാന്ന് വെച്ചാ ഞാനിപ്പോ എന്താ ചെയ്യുക? തല്ലാനും കൊല്ലാനൊന്നും താനിപ്പം മെനക്കിടണ്ട. ചീഞ്ഞ് നാവിയ അതിന്റെ ദൂഷ്യം തനിക്ക. എടോ, കാശുള്ളവന്റെ വീട്ടിലെ അടുക്കളക്കാരി അറിയാനാ നാട്ടുകാർക്ക് താല്പര്യം. ഇതിപ്പോ താൻ അയച്ച് നാച്ചിക്കണ്ട. പിന്നെ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? താനിപ്പോ ഒന്നും ചെയ്യണ്ട. ഞാനത് കണ്ടിട്ടുമില്ല, താനത് കേട്ടിട്ടുമില്ല. എന്താ പ്രശ്നം? ഗോപാലം മുതലാളിയുടെ വീട്ടിൽ നിന്നും 50,000 രൂപ വിലമതിപ്പുള്ള ആഭരണങ്ങൾ കളപോയിട്ടുണ്ട്. മുരളിയെ സംശയമുണ്ട്. അയ്യോ അയ്യോ, ഞാൻ ആരുടെ ഒന്നും മോഷിച്ചിട്ടില്ല. അയ്യോ അമ്മ, അയ്യോ അയ്യോ അമ്മ, ഇവര് സാർ, ഞാൻ ഒന്നും മോഷിച്ചിട്ടില്ല സാർ. അയ്യോ സാർ, ഇത് നിന്റെ അരിപ്പാണോ? ആണോടാ? അതെ. ഗോപാലം മുതലാളിയുടെ വീടിന്റെ പിന്നാമ്പുറത്തെ പൈപ്പ് ലൈനിന്റെ ചുവട്ടിൽ നിന്നും തൊണ്ടിയായി കിട്ടിയ ചെരുപ്പാണത്. സാർ, ഞാൻ മോഷിച്ചിട്ടില്ല സാർ. കട്ടിട്ടായാലും 50,000 രൂപ ഉണ്ടാക്കുമെന്ന് അവൻ എന്നോട് പറഞ്ഞതാ. വൃത്തികെട്ട വാശി അവന്. തൊഴിലൊന്നും ഇല്ലാത്തപ്പോ നാട്ടുകാരോടും വീട്ടുകാരോടുള്ള ദേഷ്യത്തിന് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. സത്യത്തിൽ അവന്റെ ധൈര്യവും എടുക്കും അതായിരുന്നു നമ്മുടെയൊക്കെ പ്രചോദനം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മുരളി അങ്ങോട്ട് നിരപരാധിയാണെന്ന് എനിക്ക് തോന്നണില്ല. എന്തായാലും ഇനി മാധവ ടീച്ചറുടെ കാര്യം ഓർക്കുമ്പോഴാ. ആശുപത്രിയിലേക്ക് പോണോ? വേണ്ട, വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് തന്നെ രക്ഷിക്കാൻ ഞാൻ ഉപദേശിച്ച സൂത്രം ഇപ്പൊ തനിക്ക് ശിക്ഷയായി. ടീച്ചർ വിഷം കഴിച്ചു. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? ആരുടെയും പണ്ടോ പണമൊന്നും ഞാൻ മോഷ്ടിച്ചിട്ടില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ചീത്തപ്പേരുണ്ടാക്കിയാ എങ്ങനെ വേണമെങ്കിലും അമ്മേനെ ശിക്ഷിച്ചോളൂ.
കുഞ്ചോട്ടാ, ഈ ത്രിസന്ധ്യ സത്യമായിട്ട് പറയാ. കുഞ്ചോട്ടൻ ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ മാധവി ടീച്ചറെ പോലെ ഞാനും ആത്മഹത്യ ചെയ്യും. നീ എന്താ പറഞ്ഞത്? ഈ ദീപം സാക്ഷിയായിട്ട് പറയാ. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് വിശ്വട്ടിനൊപ്പേ ഉള്ളൂ. മരണമാണെങ്കിൽ അതും. ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. ചേച്ചി പറയുന്നത് പോലെ ഒക്കെ സമയദോഷം കൊണ്ടായിരുന്നു. അവളുടെ മനസ്സറിഞ്ഞപ്പോഴാ നിങ്ങളുടെ സ്നേഹത്തിന്റെ വ്യാപ്തി ഞാൻ അറിഞ്ഞത്. ഇതെന്താ കാറ്റ് പോയോ? നീ എന്തൊന്നും മിണ്ടാത്തേ? എന്തു പറ്റി? നീ എന്തിനാ കരയണേ? നീ വേറെ ആർക്കെങ്കിലും വാക്ക് കൊടുത്തോ? പിന്നെ എന്തിനാ കഴുതപ്പല കരയണേ? സന്തോഷം കൊണ്ട്. ഓ, ആനന്ദാശ്രമാണല്ലേ? കരഞ്ഞോളൂ കരഞ്ഞോളൂ, ഇഷ്ടം പോലെ കരഞ്ഞോളൂ. വിരോധമില്ലെങ്കിൽ ഒരു ഉമ്മ ഇവിടെയും ആകാം. പരസ്പരം അറിയണ സ്ഥിതിക്ക് ഇങ്ങനെ ഒരു പെണ്ണ് കാണൽ ചടങ്ങൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. എല്ലാം അതിന്റെ രീതിയിലും മര്യാദയിലും തന്നെ വേണം, അല്ലേ ഗോപാല? ഒക്കെ എന്റെ ഭാഗ്യമെന്ന് ഞാൻ പറയുള്ളൂ. വല്ലാത്ത പിടിവാശിയാ ഇവന്. മനസ്സിലൊന്നും ഇഷ്ടപ്പെട്ട അത് കിട്ടിയേ പറ്റുള്ളൂ. കൊച്ചുനാളിലെയുള്ള സ്വഭാവം അത്. ആഗ്രഹം പറഞ്ഞപ്പം ആദ്യം ഞാൻ ഇവനെ എതിർത്തു. പണവും പ്രതാപവും മാത്രം നോക്കിയാ പോരല്ലോ. പഠിത്തവും കുറവ് മാത്രവുമല്ല, സന്ധ്യയേക്കാൾ 11 വയസ്സിന്റെ മൂപ്പുണ്ടവനെ. ഈ വയസ്സിൽ എന്തിരിക്കുന്നു? ആ കണക്കിന് ഞാനും എന്റെ ഭാര്യയായിട്ട് 19 വയസ്സിന്റെ വ്യത്യാസം. അങ്ങനെയൊക്കെ നോക്കുമ്പം ഞാനും ഇവളും തമ്മിലോ? വയസ്സിന്റെ ചേർച്ചയല്ലല്ലോ, മനസ്സിന്റെ ചേർച്ചയാ നോക്കേണ്ടത്. അതെ. സന്ധ്യമണ ഇവിടെ അകത്തുണ്ട്. അല്ല, നേരത്തെ അറിയുന്നവരാണെങ്കിലും കയ്യാളപ്പെണ്ണാവുമ്പോ അതിൻ്റെതായ ചില നാളങ്ങളൊക്കെ കാണും. ചെവി കേൾക്കില്ലെന്നേ ഉള്ളൂ, പക്ഷെ മനസ്സറിയാം. ഇഷ്ടില്ലെങ്കിൽ തുറന്നു പറഞ്ഞൂടെ? പേടിച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല. ഞാൻ അയാളെ ഇങ്ങോട്ട് വിളിക്കാം. എന്താ പറയണ്ടേന്ന് വെച്ചാ മുഖത്ത് നോക്കി അങ്ങോട്ട് പറഞ്ഞേക്കാം. ഇത്രയും കാലായിട്ട് എന്റെ ഭാര്യയ്ക്ക് എന്നെ കാണുമ്പോ ലജ്ജ. സന്ധ്യമോൾക്ക് മനുസാറിനോട് എന്തോ സംസാരിക്കാനുണ്ട്. അല്ല അല്ല, എന്തത്ര സംസാരിക്കാൻ? അതൊക്കെ നേരത്തെ സംസാരിച്ചു ഉറപ്പിച്ച കാര്യം. നമ്മുടെ കാലമല്ലല്ലോ ഇത്. ഇപ്പോഴത്തെ പിള്ളേരല്ലേ അങ്ങനെ ഒരു ചടങ്ങുണ്ടാവും. ചെല്ലേ പോയി സംസാരിച്ചു വാ. അവരൊന്നിച്ച് കഴിയേണ്ടവരല്ലേ, സംസാരിച്ചു വരട്ടെ അല്ലേ? ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഇഷ്ടമല്ലെന്ന് അന്നേ ഞാൻ പറഞ്ഞതാണല്ലോ. ഒരാളെ സ്നേഹിച്ചു പോയി. ഈ ഗ്രാമത്തിലെ അറിയപ്പെടുന്ന കള്ളൻ അയാളിപ്പോ. പക്ഷെ വെറുക്കാൻ പറ്റണില്ല. ശ്രീധരക്കടയെ കൊണ്ട് നോക്കിച്ചതാ, അത് മംഗളമായിരിക്കും. നമുക്ക് പോകാം. എന്താണ് എന്ത് പറ്റി? പോകാമെന്നല്ലേ പറഞ്ഞത്? അല്ല മനു, മകളെ, അല്ല മനു, ഒന്ന് നിന്നേ. ബന്ധുവാരം പിടിച്ചവളെ, നിന്നെ ഇന്ന് ഞാൻ കൊല്ലുപടി. കൊല്ലു ഇവളെ ഞാൻ.